2020 ഒക്ടോബർ മാസത്തിലെ കലണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 മുതൽ 3 വരെ തീയതികളുടെ ശരാശരി എഴുതുക എന്നുള്ളതാണ്. 1 മുതൽ 3 വരെ എന്ന് പറയുമ്പോൾ 3 സംഖ്യകൾ 1, 2, 3. 3 എന്നുള്ളത് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അവയുടെ കൃത്യം നടുക്കുള്ള സംഖ്യ ആയിരിക്കും ശരാശരി. അതായത് 2 ആണ് സംഖ്യകളുടെ ശരാശരി. അടുത്തത് 6 മുതൽ 10 വരെ തീയതികളുടെ ശരാശരി 6, 7, 8, 9, 10. 5 സംഖ്യകളാണ്. 5 സംഖ്യകളാകുമ്പോൾ അവയുടെ കൃത്യനടുക്ക് 8 ആയിരിക്കും ശരാശരി. അടുത്തത് 18 മുതൽ ആരംഭിക്കുന്ന ആഴ്ചയിലെ 5 തീയതികളുടെ ശരാശരി എന്ത്? 18 മുതൽ 5 ദിവസം എന്ന് പറയുമ്പോൾ 18, 19, 20, 21, 22. 5 ദിവസങ്ങൾ. അവയുടെ നടുക്കുള്ള സംഖ്യ 20. അപ്പോൾ 20 ആയിരിക്കും ശരാശരി. ഇനി അടുത്തത് 25-ന് ആരംഭിക്കുന്ന ആഴ്ചയിലെ എല്ലാ തീയതികളുടെ ശരാശരി. 25-ന് ആരംഭിക്കുന്ന എന്ന് പറയുമ്പോൾ 25 മുതൽ 31 വരെ. അവിടെ 7 സംഖ്യകളാണുള്ളത്. 7 സംഖ്യകളിൽ കൃത്യം നടുക്ക് എന്നുള്ളത് 28 ആണ് അവയുടെ ശരാശരിയായിട്ട് വരുന്നത്. ഇനി അടുത്തത് 16-ന് വെള്ളിയാഴ്ചയാണ്. ഇതിന് ശേഷമുള്ള 2 വെള്ളിയാഴ്ച കൂടി ചേർത്താൽ തീയതികളുടെ ശരാശരി എത്ര? 16, 23, 30. ഇവിടെ സംഖ്യാശ്രേണിയാണ്. 7 വെച്ചിട്ടാണ് സംഖ്യകൾ കൂടുന്നത്. 16-നൂടെ 7 കൂട്ടിയാൽ 23, കൂടെ 7 കൂട്ടിയാൽ 30. 16ഉം 23ഉം 30. അവയുടെ കൃത്യം നടുക്കുള്ള സംഖ്യ 23 ആണ് ശരാശരി. ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് 23, 16, 30. ഇവിടെ ശരാശരി എന്തെന്ന് ചോദിച്ചാൽ കൃത്യം നടുക്കുള്ള സംഖ്യ 16 എന്ന് എഴുതി വെക്കാൻ പാടില്ല. ഇവ 7 വെച്ചാണ് കൂടുന്നത് എങ്കിലും അവ ഓർഡറിൽ നമ്മൾ എഴുതിയിട്ട് 16, 23, 30 ഓർഡറിൽ എഴുതിയിട്ടാണ് കൃത്യം നടുക്കുള്ള സംഖ്യ നമ്മൾ ശരാശരിയായിട്ട് എടുക്കുന്നത്. അതല്ലെങ്കിൽ ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ബൈ 2 ചെയ്യുന്നത്. 30 + 16 എന്നുള്ളത് എത്രയാണ്? 46 വരും. 46ൻ്റെ പകുതി 23. ആ രീതിയിലും ചെയ്യാം. ഇനി അടുത്തത് ഒക്ടോബറിലെ ആദ്യ ശനിയാഴ്ച 3-ാം തീയതിയാണ്. ഈ മാസത്തിലെ എല്ലാ ശനിയാഴ്ചകളുടെയും തീയതികളുടെ ശരാശരി എത്ര? തീയതികളുടെ ശരാശരി 3, 10, 17, 24, 31. ഇവിടെയും 7 വെച്ചാണ് സംഖ്യകൾ കൂടിപ്പോകുന്നത്. ഓർഡറിലാണ് സംഖ്യകൾ. അവയുടെ കൃത്യം നടുക്ക് 17 ആയിരിക്കും ശരാശരി. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നോക്കിയാൽ 31ഉം 3ഉം ആദ്യ സംഖ്യയും അവസാന സംഖ്യയും കൂട്ടുക 34 എന്ന് വരും. അവയുടെ പകുതി 17 ആയിരിക്കും ശരാശരി. അടുത്തത് ഒക്ടോബറിലെ എല്ലാ തീയതികളുടെയും ശരാശരി 1 മുതൽ 31 വരെ. 1, 2, 3 എക്സെട്ര 31 വരെ. ശരാശരി കാണാൻ ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ബൈ 2. 31ഉം 1ഉം കൂട്ടിയാൽ 32/2 എന്നുള്ളത് 16 ആയിരിക്കും ശരാശരി. അതല്ലെങ്കിൽ ഓർഡറിൽ എഴുതിയിട്ട് കൃത്യം നടുക്ക് വരുന്ന സംഖ്യ ഏതാണെന്ന് നോക്കിയാൽ 16 ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ മീരയുടെ റോസാച്ചെടിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മീരയുടെ റോസാച്ചെടിയിൽ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ മുതൽ മീര പൂക്കളുടെ എണ്ണം നിരീക്ഷിച്ച് നോട്ട്ബുക്കിൽ എഴുതാൻ തുടങ്ങി. എഴുതി വെച്ചതിന് ശേഷം 7 ദിവസം കഴിഞ്ഞപ്പോൾ മീര നോക്കിയപ്പോൾ 84 പൂക്കൾ വിരിഞ്ഞു എന്ന് മീരയ്ക്ക് കണ്ടെത്താൻ പറ്റി. അപ്പോൾ ഇവിടെ 2 ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഓരോ ദിവസവും വിരിഞ്ഞ പൂക്കളുടെ എണ്ണം തുടർച്ചയായ എണ്ണൽ സംഖ്യയായിരുന്നെങ്കിൽ ഓരോ ദിവസം എത്ര പൂക്കളായിരിക്കും വിരിഞ്ഞിട്ടുണ്ടാവുക എന്ന്. ടോട്ടൽ 84 പൂക്കൾ 7 ദിവസം. അപ്പോൾ 84-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 എന്ന് വരും. അപ്പോൾ തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണെങ്കിൽ അവയുടെ കൃത്യം നടുക്കുള്ള സംഖ്യയാണ് ശരാശരി എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ 12 കൃത്യം നടുക്കുള്ള സംഖ്യയാണെങ്കിൽ അതിന് തൊട്ട് പുറകിലേക്ക് 3 സംഖ്യ, 12 കഴിഞ്ഞും 3 സംഖ്യ. അങ്ങനെ വരുമ്പോൾ 9, 10, 11, 12, 13, 14, 15 ഇവയായിരിക്കും പൂക്കളുടെ എണ്ണം. അടുത്തത് പൂക്കളുടെ എണ്ണം തുടർച്ചയായ 3ൻ്റെ ഗുണിതങ്ങളാണെങ്കിലോ എന്ന്. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് ശരാശരി 12 ആണ്. 12 എന്നുള്ളത് 3ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 12ൻ്റെ പുറകിലേക്കും മുന്നിലേക്കും നമ്മൾ 3ൻ്റെ ഗുണിതങ്ങൾ എടുക്കുക. 12ന് നേരെ പുറകിൽ 9, 6, 3. മുന്നിലേക്ക് 15, 18, 21. അതായത് 3, 6, 9, 12, 15, 18, 21. ഈ രീതിയിലായിരിക്കും പൂക്കളുടെ എണ്ണം വരിക.